ഇന്നെല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് കേട്ടോ. എപ്പോഴും ഞാൻ നമസ്കാരത്തിലാണ് തുടങ്ങാറ്. ഇന്ന് ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം നമ്മൾ ഇന്നൊന്ന് വെയിൽ കായാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ 10 മണിക്കായിപ്പോയി എന്നുള്ളൂ. വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ടിട്ടേ നല്ല വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് രാവിലത്തെ ഏർലി മോർണിംഗിലുള്ള വെയിലാണ്. പക്ഷേ ഞാൻ ഇത്തിരി വൈകിപ്പോയി. ഇത്തിരി നന്നായിട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഈ സമയമായപ്പോഴും ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ, അതായത് ആമസോൺ മഴക്കാടാണ് ഞങ്ങളുടെ അപ്പുറത്തെ, അവിടെ നല്ല പനയും പിന്നെ എന്താണ് ഈ മറ്റേ യക്ഷി പാല അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയാണ്. പക്ഷേ ഒക്കെ നിൽക്കണതാണ്. ഇടയ്ക്ക് പാല വെക്കുമ്പോൾ നല്ല വാസനയാണ് കേട്ടോ. അപ്പോൾ ഈ സന്ധ്യക്കൊക്കെ ഞങ്ങളുടെ മുറ്റത്ത് വന്നിരിക്കുമ്പോൾ നല്ല പാലപ്പൂവിൻ്റെ മണം നന്നായിട്ട് അടിക്കും. ഇത് ഞങ്ങളുടെ കുമ്പളോസ് നാരങ്ങയാണ്. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റില്ല. ഞാൻ വൈകിട്ട് മോളിൽ കയറിയിട്ട് കുമ്പളോസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ ഉണ്ട്, അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ താഴത്തുനിന്ന് എടുത്തതാണ്. പക്ഷെ അതിൽ വ്യക്തമായിട്ടൊന്നും കാണാനൊന്നുമില്ല. അത് ആ ഒരു മരം ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഇപ്പുറത്തുള്ളതിൽ അധികം ഉണ്ടാവണില്ല. ഇതുമ്മേണ് ഉണ്ടാവാറ്. ഇതൊരു നല്ല സാധാരണ ഒരു റെഡ് കളറാണ്. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്നത് വൈറ്റ് കളറാണ്. അതും അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുണി ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ മിഷ്യത്തിൽ ഇട്ടതാണ്. പക്ഷേ ഷർട്ടുള്ളതും കൊണ്ടിട്ട് മിഷ്യത്തിൽ ശരിയാവില്ല. കയ്യിലിട്ടൊന്ന് തിരുമ്മണം. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ ഇട്ട തിരുമ്മണത്. കാരണം നമ്മുടെ ഇപ്പുറത്ത് അലക്കല്ലിൻ്റെ ആ ഭാഗത്ത് ഞാൻ അവിടെ ഇട്ട് തിരുമാറില്ല. അപ്പുറത്ത് ഇങ്ങനെ സർപ്പത്തിനെയൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊണ്ടിട്ട് അവിടെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ അവിടെ ഇട്ട് അലക്കാറൊന്നുമില്ല. ഒക്കെ ഇവിടെ ഇട്ടാണ് ചെയ്യണത്. കാരണം ഇത് ഫ്രണ്ട് ഏരിയയാണ്. പക്ഷേ നമുക്ക് പിന്നീട് ബാക്കിലോട്ട് അങ്ങനെ അധികം സ്ഥലമില്ലാത്തതിനെ കൊണ്ടിട്ട് ഇവിടെ ഇട്ട് ചെയ്തിട്ട് ആ വെള്ളം അങ്ങോട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം മെഷീൻ ഇവിടെ തന്നെ വെച്ച് ആദ്യം മെഷീനകത്തായിരുന്നു ഇരുന്ന് വെച്ചത്. അപ്പോൾ എനിക്കതൊരു അരോചകമായിട്ട് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു പുറത്തോട്ട് ഇറക്കി വെക്കാം. ഈ വെള്ളം ഈ അഴുക്കുള്ളൂ അല്ലേ അതിൽ, എന്നാലും അവിടെ ഇട്ട് ചെയ്യണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അതിങ്ങാട് പുറത്തോട്ട് ഇറക്കി വെച്ചു. ഇതാണ് എൻ്റെ പണി. ഓസ് ഇങ്ങനെ അങ്ങാടും ഇങ്ങാടുമായിട്ട് കെട്ടി വെച്ചേക്കുകയാണ്. കാരണം നമ്മൾ മിഷ്യത്തിലോട്ടുള്ള ഓസ് അത് ഇതിലോട്ടുമായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി കൊണ്ട് ഞാൻ കെട്ടി വെച്ചേക്കുകയാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിന് അങ്ങാടും ഇങ്ങാടും ഇട്ട് തിരിച്ചാൽ മതി. ഇന്ന് നമ്മൾ രാവിലത്തെ വീഡിയോയിൽ രാവിലത്തെ ഫുഡിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ഇത് തന്നെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കറിക്കുള്ളതും വെച്ചത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചു തൂത്തിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗ്യാസ് ഇനി കിട്ടലൊക്കെ കണക്കായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ഒരു കുറ്റി എൻ്റെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുറ്റി മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പം ഇനിയിപ്പോൾ പുകയടുപ്പ് വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. അപ്പോൾ അവിടെ വെച്ച് കത്തിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടതാണ് കേട്ടോ. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, പുകയടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊട്ടിപ്പോയി. അതിന് ഇത്തിരി കനം കുറഞ്ഞ പുകയടുപ്പായതുകൊണ്ട് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഇനി ഇത്തിരി കനം കൂടിയ മോഡൽ വാങ്ങിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി അതിലൊക്കെ ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് വേണം, അടുത്ത മാസം വാങ്ങിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ വിറകും വാങ്ങിക്കണമല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ ചിരട്ടയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കത്തിക്കാം. കഞ്ഞിയും വെള്ളവും പിന്നെ ഇടയ്ക്ക് ഈ മീൻകറിയൊക്കെ അതിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മീൻകറിയൊക്കെ എപ്പോഴും പുകയടുപ്പിൽ വെക്കണത് തന്നെയുള്ള ടേസ്റ്റ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇനി അങ്ങനെയൊക്കെ നോക്കാം എന്ന് കരുതി. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് കേരയാണ്. കേരയല്ല, ചൂര. അപ്പോൾ ചൂര നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇന്ന് വെച്ചത്. ചൂര കിട്ടിയാൽ ഞാൻ എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുള്ളൂ. അപ്പോൾ ഇത് ഉച്ചക്കലത്തേക്കാണ് കേട്ടോ വെച്ചത്. ഉച്ചക്കലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടന് ജോലിക്ക് പോകേണ്ടത് കൊണ്ടിട്ട് ഉച്ചക്കലത്തേക്ക് മാത്രം മതിയായിരുന്നു. രാത്രി പിന്നെ ചോറ് വൈകി വരുമ്പോൾ ചോറ് അങ്ങനെ തിന്നലില്ല. എന്നാലും
ഇന്ന് ഞാൻ ചോറ് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രാത്രിയത്തേക്കും കൂടി കണക്കാക്കി എടുത്ത്. അപ്പോൾ ചൂര വെക്കൽ ഇത് എല്ലാം കൂടി വാട്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കണേത്, പിന്നെ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കൊക്കെ ലെങ്ത്ത് ഇത്തിരി കൂടിപ്പോയി, ഇന്നലത്തേലൊക്കെ കൂടിപ്പോയി. അപ്പോൾ ഇത് മിനിഞ്ഞാന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. അത് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി വൈകിയം കൊണ്ടിട്ടാണ് ഇന്നിട്ടത്. അപ്പോൾ ഈ ഞാൻ തന്നെ ക്യാമറാമാന്, ഞാൻ തന്നെ എല്ലാം ആയത് കൊണ്ടിട്ട് ഇതൊരു കൈ പിടിക്കുകയും വേണം, ഒരു കയ്യിൽ എടുത്തിടുകയും വേണമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ കുറച്ച് പുതിയ അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ തുടർന്ന് കാണണം, എന്നെപ്പോലുള്ളവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ കൂടുതൽ പേര് നമ്മുടെ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിൻ്റെ അംഗമാവാനായിട്ട് ക്ഷണിക്കുന്നതാണ്. അപ്പം നമ്മൾ മുളക് ഇട്ടേ ഈ വെള്ളമില്ലാതെ ഇട്ട് വറുത്ത് കഴിയുമ്പോൾ തുമ്മലും ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് ഞാനിത്തിരി വെള്ളം ഒഴിച്ച് ഇത്തിരി നമ്മൾ വെള്ളം താഴ്ത്തിയെടുത്തിട്ട് വീണ്ടും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ മൂത്തോളം അവിടെ കിടക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഈ പുളിവെള്ളം അങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒഴിച്ചു, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഞാൻ തേങ്ങ അങ്ങനെ അരയ്ക്കാറില്ല, തേങ്ങാപ്പാലാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളയ്ക്കുമ്പോൾ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് പുളിവെള്ളം ഒന്ന് തിളച്ച് വന്നു, എന്നിട്ട് ചൂരിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മീൻ പൊരിക്കാനുണ്ട്, അപ്പോൾ അത് അപ്പുറത്തടപ്പിൽ അത് നടന്നോളും, അതവിടെ കിടന്ന് വറുത്തോളും. അപ്പോൾ അതിന്ന് ഉച്ചക്കലത്തേക്ക് മാത്രം വറക്കൽ ഉച്ചക്കലത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ രാത്രിത്തേക്ക് കറി കണക്കാക്കി വെച്ച് അപ്പോഴാണല്ലോ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചൊരു 2-3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ആ പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ആയിട്ട്. ഇത് ശരിക്കും ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇത് തോന്നാറില്ല, രാത്രി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ മീൻ പൊതുവെ വയ്ക്കാറില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒക്കെ അങ്ങനെ വയ്ക്കാറില്ല. പച്ചക്കറിയിലാണ് എനിക്കിഷ്ടം. 2 നേരവും മീനൊക്കെ ആകുമ്പോൾ നമുക്കൊരു എത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. അപ്പോൾ ഇതൊരു കുറച്ച് വറുക്കണുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മുകളിലോട്ട് വാർക്കയുടെ മുകളിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഈ നമ്മളുടെ ഗുംബ്ലോസ് നാരങ്ങയുടെ അതായത് കൂടുതൽ അടുത്തുള്ള വീഡിയോസൊക്കെ അതിലുണ്ട്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന മറ്റുള്ളവരുടെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കാണിച്ചത് അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു രസം അത്രേ ഉള്ളൂ. അപ്പം മീൻ ഏതാണ്ടൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ കൂടിപ്പോയാന്നൊരു ഡൗട്ടുണ്ട്. അത് ആദ്യം അല്ലെങ്കിൽ അടി പിടിക്കുമല്ലോ ഇത്തിരി പൊളിച്ചതാണ്. അതിപ്പോൾ വറുത്ത് വന്നപ്പോഴേക്കും അത് വെളിച്ചെണ്ണ കൂടിപ്പോയി തോന്നണം. അപ്പം മീൻകറിയും ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, വറ്റി തന്നെ ഉണ്ട്. അപ്പോൾ വറ്റിക്കഴിയുമ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മൾ അവിടെ അടച്ചെടുക്കും. അവിടെ ഇരുന്നോളൂ. സംഭവം ടേസ്റ്റി, ഭയങ്കര ടേസ്റ്റാണ് സത്യം പറയാൻ. മീൻകറിയൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചതാണ് കേട്ടോ. അല്ല ഇപ്പോഴല്ല, ഇവിടെ വന്നേ പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചതാണ്. സ്വന്തമായിട്ട് ഞാൻ തന്നെ യൂട്യൂബൊക്കെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ വാർക്കമോളിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അവിടെ ഒരു മുരിങ്ങയുടെ ഒരു മരമുണ്ട്. അപ്പോൾ അതുമ്പോൾ മുരിങ്ങക്കോലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതിലാണെങ്കിൽ ക്ലിയറായിട്ട് കാണുന്നില്ല, നമ്മുടെ വീഡിയോയിൽ ഇത് ക്ലിയറായിട്ട് കാണുന്നില്ല. എന്നാലും അവിടെ ഉണ്ട് കേട്ടോ സംഭവം, അവിടെയൊക്കെ തന്നെ ഉണ്ട്.
അപ്പോൾ അത് ഒരു മാവ് അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ ന്യൂസിലാൻഡാണ്. അപ്പുറത്തെ വീടാണ്. അവിടെ ആൾതാമസമൊക്കെ ഉണ്ട്. പക്ഷേ മുറ്റമൊക്കെ ഇങ്ങനെ കിടക്കുള്ളൂ, പുല്ല് പിടിച്ച് കിടക്കുള്ളൂ. ആ ആണുങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പെണ്ണുങ്ങളാരും ഇല്ല. അപ്പോൾ അവർ ജോലിക്കാരാണ്. അവർ പോയി വരുന്നത് അവർ വല്ലയിടത്തും കിടക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അപ്പുറത്തെ കാഴ്ച, പടിഞ്ഞാറ് വശത്തെ കാഴ്ചയിലത്. ഇനി ഇപ്പുറത്തെ കാഴ്ചയിൽ കേട്ടോ, ഇവിടെ ഒരു പ്ലാവുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചത് പ്ലാവും. അത് അപ്പുറത്തെ കുഞ്ഞച്ചൻ്റെ വീട്ടിലെ പ്ലാവാണ്. ഞങ്ങളിപ്പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. വേരൊക്കെ അപ്പുറത്താണ്. അപ്പോൾ ഒക്കെ ഉണ്ടായി കിടക്കണതൊക്കെ ഇപ്പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാർക്കയുടെ മുകളിൽ കയറി കഴിഞ്ഞ് ഇതൊക്കെ പറിക്കാൻ സുഖം കേട്ടോ. പക്ഷെ ഞങ്ങൾ പറിക്കാറൊന്നുമില്ല കേട്ടോ. അതവിടെ കിടക്കുന്നത് ഇടയ്ക്ക് പഴുത്തു പോവും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് ഒരു മാവുണ്ട്. മാവും ഈ കുറേ മാങ്ങയൊക്കെ വീണു പോയിട്ടോ. ഞങ്ങളങ്ങനെ എടുക്കാറൊന്നുമില്ല. അവിടെ വാർക്കപ്പുറത്ത് വന്ന് ചിലപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പടപടപടാന്നും പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കും. ഈ ഷീറ്റുമ്പോൾ വന്ന് വീഴണേ സൗണ്ടായിരിക്കുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ചൂടായതുകൊണ്ടിട്ടൊക്കെ ഇതൊക്കെ വന്ന് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്ന് വീഴും. പിന്നെ ആ കാണുന്നതാണ്, അപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ കുംബ്ലസ് നാരങ്ങ. ഈ കുംബ്ലസ് നാരങ്ങ കാണിച്ചത് കുഞ്ഞു പൈതലുകളാണ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. ഇത് വലുതായി വരണുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു രാത്രിയായിട്ടാണ്, രാത്രിയല്ല ഒരു സന്ധ്യ ആയപ്പോഴേക്കും ഭയങ്കര കൊടുങ്കാറ്റ്. പക്ഷെ മഴയൊന്നും പെയ്തില്ല, എവിടെയൊക്കെ പെയ്യുന്നുണ്ട്. നല്ല കാറ്റായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ കാറ്റ് വരുമ്പോഴേ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വല്ല മരമൊക്കെ വീഴണമെങ്കിൽ കറണ്ട് പോകും. കറണ്ട് പോയിക്കഴിഞ്ഞാൽ മഴ തൊട്ട് പെയ്യില്ല, ചൂടുമായിരിക്കും. കിടന്നുറങ്ങാനായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവർക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നല്ലൊരു ദിവസം ആവട്ടെ.